ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം നിഷേധിച്ച CPM മാധ്യമങ്ങൾ നടത്തുന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു. VC നിയമനത്തിൽ ഗവർണറാണ് സമവായ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, മാധ്യമങ്ങളെ ഈ കുറിപ്പിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN 2 ദിവസങ്ങൾക്ക് മുൻപ് വന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കാതൽ ഇങ്ങനെയാണ്. അതായത് നേരത്തെ വന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് 2 സർവകലാശാലയിലെയും വൈസ് ചാൻസലർ സ്ഥിരമായി നിയമിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് കമ്മിറ്റിയെ ഉണ്ടാക്കുന്നു. സെർച്ച് കമ്മിറ്റി പിന്നീട് സർക്കാരിൻ്റെയും ഗവർണറുടെയും അഭിപ്രായം ആരാഞ്ഞ് ഒറ്റ പേരിലേക്ക് എത്തണമെന്ന ആവശ്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ അതിലാദ്യം തന്നെ CPMൻ്റെ നിലപാട് സിസ തോമസ് നോട്ട് എലിജിബിൾ എന്ന ഒരു നിലപാടായിരുന്നു CPMനുള്ളത്. പക്ഷേ പിന്നീട് ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള സമവായത്തിൽ സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥും വൈസ് ചാൻസലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അതിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരിയല്ല. മുഖ്യമന്ത്രിക്ക് അതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. സിസ തോമസിനെതിരെ ഇടത് പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ വിമർശനമുള്ളതാണ്. അങ്ങനെ PM ശ്രീ പദ്ധതി പോലെ തന്നെ ആ വിഷയത്തിൽ സിസ തോമസിനെ വൈസ് ചാൻസലറായി നിയമിച്ച തീരുമാനം മുഖ്യമന്ത്രി എടുത്തതിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്ന മാധ്യമ വാർത്തകളാണ് വന്നത്. പക്ഷേ അങ്ങനെയല്ല. അത് സമായത്തിൻ്റെ ഭാഗമായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ സിസ തോമസ് തന്നെ സാങ്കേതിക സർവകലാശാല VC ആകുന്ന തീരുമാനം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുത്തതല്ല. അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ഗവർണറുടെ തീരുമാനത്തോട് അല്ലെങ്കിൽ ഗവർണറുടെ അഭിപ്രായത്തോട് സർക്കാർ ഒന്നിച്ച് നിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിൽ അത് സർക്കാരിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു സജി ഗോപിനാഥിനെ വൈസ് ചാൻസലറാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലൊരു സമവായത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അത് ഏകപക്ഷീയമല്ല, അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. മറിച്ചുള്ള വാർത്തകളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന ഒരു പത്രക്കുറിപ്പാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.